41 ദിവസം നീണ്ടുനിന്ന ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് ഇന്ന് സമാപനം. മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായുള്ള കലശാഭിഷേകം ആരംഭിച്ചു. കൂടാതെ സന്നിധാനത്ത് ഇന്നും ഭക്തജന തിരക്ക് വലിയ രീതിയിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. കിരൺ കുമാറുണ്ട് വിശദാംശങ്ങളുമായി. കിരൺ, കലശാഭിഷേകം ആരംഭിച്ചു. അല്പസമയത്തിനകം തന്നെ മണ്ഡലപൂജയുടെ മറ്റ് ചടങ്ങുകളും ആരംഭിക്കുമെന്നാണോ അറിയാൻ കഴിയുന്നത്? അല്പസമയം മുമ്പ് ഈ ഇന്ത്യക്ക് വേണ്ടിയുള്ള ഇന്ത്യയുടെ മുന്നോടിയായിട്ടുള്ള നരേന്ദ്ര മോദിയും മറ്റ് രാജ്യമാരും ഇപ്പോൾ മണ്ഡലപൂജ ചടങ്ങുകൾ ആരംഭിക്കുന്നു. ശബരിമലയിൽ മണ്ഡലപൂജ ചടങ്ങുകൾ ആരംഭിച്ചു. കലശാഭിഷേകം പുരോഗമിക്കുകയാണ്. വലിയ ഭക്തജന തിരക്കും സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. 11:30 മണ്ഡലപൂജ സമാപിക്കും. കളഭാഭിഷേകത്തോടുകൂടി മണ്ഡലപൂജ സമാപിക്കും. തിരക്ക് നിയന്ത്രിക്കാൻ പ്രത്യേക ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി 10:50 ഹരിവരാസനം പാടി 11 മണിയോടുകൂടി മണ്ഡലപൂജ ചടങ്ങുകൾ പൂർത്തിയാക്കി ശബരിമല നടയടയ്ക്കും. പിന്നീട് മകരവിളക്ക് മഹോത്സവത്തിനായി ഡിസംബർ 30 പുലർച്ചെ ശബരിമല നട വീണ്ടും തുറക്കും. വലിയ ഭക്തജന തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. ഇടത്താവളങ്ങളിൽ നിന്നടക്കം തീർത്ഥാടകരെ നിയന്ത്രിച്ചാണ് ശബരിമലയിലേക്ക് കടത്തിവിടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പമ്പയിൽ നിന്ന് തീർത്ഥാടകർ മാലയൂരി തിരികെ പോകുന്ന സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട്. കിരൺ, ചടങ്ങുകൾ പുരോഗമിക്കുകയാണോ? വിഷ്ണു, ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 10:30 മുതൽ 11:30 വരെയുള്ള മുഹൂർത്തത്തിനിടയിലാണ് ശബരിമലയിലെ ഇത്തവണത്തെ മണ്ഡലപൂജ മഹോത്സവം നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യ ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിച്ചിരുന്നു. ഇന്ന് 9 മണിയോടുകൂടി തന്നെ നെയ്യഭിഷേകം അവസാനിച്ചതാണ്. അതിനുശേഷം കലശ അഭിഷേകം നടന്നിരുന്നു. 25 കലശങ്ങളുടെ അഭിഷേകമാണ് നടന്നത്. ഈ കലശാഭിഷേകവും പൂർത്തീകരിച്ച് പിന്നീട് മേൽശാന്തിയുടെ നേതൃത്വത്തിൽ പ്രദക്ഷിണമുണ്ടായിരുന്നു. ഈ പ്രദക്ഷിണവും പൂർത്തീകരിച്ച് മേൽശാന്തിയും തന്ത്രി അടക്കമുള്ള ആളുകൾ ശ്രീകോവിലിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ മണ്ഡലപൂജ ചടങ്ങുകൾ ആരംഭിക്കും. 11:30 ഉള്ളിൽ, അതായത് 10:30ക്കും 11:30ക്കും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് ശബരിമലയിൽ ഈ പൂജാ ചടങ്ങുകൾ, ഇത്തവണത്തെ മണ്ഡലപൂജാ ചടങ്ങുകൾ നടക്കുന്നത്. അതിനുശേഷം തങ്കയങ്കി ചാർത്തിയ ഭഗവാൻ അയ്യപ്പന്റെ വിഗ്രഹം ഭക്തന്മാർക്ക് തൊഴാൻ സാധിക്കും. ഇന്നലെയാണ് ശബരിമലയിലേക്ക് തങ്കയങ്കി എത്തിച്ചത്. ഇന്നലെ തങ്കയങ്കി ഘോഷയാത്രയെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം ശരംകുത്തിയിൽ സ്വീകരിച്ച് ശബരിമലയിലേക്ക് എത്തിച്ചിരുന്നു. പിന്നീട് വൈകിട്ട് 6:30ക്ക് നടന്ന മഹാദീപാരാധനയിൽ തങ്കയങ്കി ചാർത്തിയാണ് ഭഗവാന്റെ ദർശനമുണ്ടായത്. അതിനുശേഷം ഇന്നത്തെ ഈ ചടങ്ങിലോ, അതായത് മണ്ഡലപൂജ ചടങ്ങോടനുബന്ധിച്ച് ഇന്ന് വൈകിട്ട് വരെ, രാത്രി ഹരിവരാസനം പാടി നട അടക്കുന്നത് വരെ തങ്കയങ്കി ചാർത്തി തന്നെയുള്ള ഭഗവാനെ തൊഴാനായിട്ട്, ദർശിക്കാനായിട്ട് ഭക്തന്മാർക്ക് സാധിക്കും. 1973 ശബരിമലയിലേക്ക് തങ്കയങ്കി സമർപ്പിക്കപ്പെടുന്നത്. അന്ന് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ബാലരാമവർമ്മ, അദ്ദേഹത്തിൻ്റെ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ അദ്ദേഹമാണ് 1973 451 പവൻ തൂക്കമുള്ള ഈ തങ്കയങ്കി സമർപ്പിക്കുന്നത്. അതിനുശേഷം മണ്ഡലപൂജ നടക്കുന്ന സമയത്തെല്ലാം തന്നെ തങ്കയങ്കി ചാർത്തിയാണ് ശബരിമലയിൽ മണ്ഡലപൂജ നടക്കാറ്. ഇത്തവണയും ഈ പൂജയുമായിട്ട് ബന്ധപ്പെട്ട, അതായത് മണ്ഡലപൂജയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. വിഷ്ണു, ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഭക്തിസാന്ദ്രമാണ് സന്നിധാനം. മണ്ഡലപൂജ ചടങ്ങുകൾ ആരംഭിച്ചു. വലിയ ഭക്തജന തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. മണ്ഡലപൂജയോടനുബന്ധിച്ച് ദർശനത്തിനും തീർത്ഥാടകർക്ക് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കിരൺ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.
ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ സന്നിധാനത്ത് ഉണ്ട്. തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. സുരക്ഷാ ചുമതലയും തിരക്ക് സംബന്ധിച്ച ചുമതലയുമുള്ള ADGP MR അജിത് കുമാറും പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. എല്ലാ തീർത്ഥാടകർക്കും ദർശനത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്.